അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ കാഴ്ച കണ്ട് ഷിഫ ഞെട്ടിപ്പോയി. പടച്ചറബ്ബേ, എന്താ ഇയാൾക്ക്? ഹുസൈനാജി അവളുടെ നേരെ പാഞ്ഞെടുക്കുന്നു. എന്താടോ, എന്താ? ഷിഫ ധൈര്യത്തോടെ ചോദിച്ചു. എടീ, ഇജെന്താ എൻ്റെ മോനെ മയക്കാൻ നടക്കുകയാണല്ലേ? അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, എൻ്റെ മോനക്കുള്ള പെണ്ണൊക്കെ അവിടെ സെറ്റ് ആയിക്കണേ. ഇജ് എന്ത് വിചാരിച്ചിട്ടാ ഓനെ പാട്ടിലാക്കാൻ നടക്കണത്? ഹുസൈനാജി ദേഷ്യത്തോടെ അവളുടെ നേർക്ക്. അതെ, അനാവശ്യം പറയരുത് കേട്ടോ, സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നെ എല്ലാവരോടും പറയുന്ന പോലെ എന്നോടത് പറഞ്ഞാലേ വില പോവില്ല. അതെ, അത് പറ്റുന്നവരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ആഹാ, ഇത്ര പോന്ന ഇജ്ജ് എന്നോട് ചിലക്കാൻ മാത്രം അയക്കണോ? അതെ, എൻ്റെ ചെങ്ങാഴ്ചനെ ഏതായാലും ഞാൻ വക വരുത്തിക്കണേ. ഇനി അന്നെ അടുത്ത് ഊഴം. ഹുസൈനാജിക്ക് ആരാണ് എതിര് നിൽക്കണേ? ഓല ഞാൻ വെച്ചക്കൂല, ഈ നോക്കിക്കോ. എൻ്റെ മോൻ അസ്കർ തന്നെയായാലും എനിക്കെതിരെ നിന്ന ഓല ഞാൻ പിന്നെ വെച്ചേക്കൂല. പറഞ്ഞില്ലാന്ന് വേണ്ട. അസഹ്യമായ ഒരു കരച്ചിലാണ് പിന്നീട് ഷീഫ കേട്ടത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നുസൈബ. അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട നുസൈബ. ഷിഫ ഓടിയെടുത്തു അവളുടെ അടുക്കിലേക്ക്. എന്തു പറ്റി? എന്തടി സംഭവിച്ചത്? ഷിഫ, ഹുസൈനാജി അയാൾ എന്നെ... പടച്ച റബ്ബേ, ആ ദുഷ്ടനെ ഇങ്ങനെയൊക്കെ നിന്നെ ചെയ്തോ? അയാൾ ഷിഫയുടെ നേർക്കായിരുന്നു അടുത്ത ഊഴം. അവളുടെ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ഹുസൈനാജിൻ്റെ തലയിലേക്ക് നേരെ ഒരു ഏറ്. നേരെ അയാളുടെ കണ്ണിലാണ് അത് കൊണ്ടത്. എടീ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷിഫയുടെ നേരെ ഓടിയെടുക്കുമ്പോൾ അവൾ പെട്ടെന്ന് അല്ലാ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണർന്നു. ഓ റബ്ബേ, സ്വപ്നമായിരുന്നോ? പടച്ച റബ്ബേ, എന്തൊക്കെയാ ഞാൻ കണ്ടത്? പാവം എൻ്റെ നുസൈബയെ എനിക്ക് ഇന്നലെ രാത്രി വരെ വെറുപ്പായിരുന്നു. കാരണം അവൾ തെറ്റ് ചെയ്തത് ആലോചിച്ചിട്ട്. പക്ഷേ ഇന്നെനിക്ക് പടച്ച റബ്ബ് എന്തൊക്കെയോ സ്വപ്നം കാണിച്ചു തന്നിരിക്കുന്നു. പാവം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ നുസൈബ, അവളെ ഉപദ്രവിച്ചത് ഹുസൈനാജി. പടച്ച റബ്ബേ, സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയുന്നില്ല. അവളുടെ നേരെ പാഞ്ഞെടുത്ത ഹുസൈനാജി കയ്യിൽ കിട്ടിയ വടികൊണ്ട് എറിഞ്ഞ് അയാളുടെ കണ്ണിന് നോക്കി തന്നെ ഏറുകൊണ്ടു. തൻ്റെ നേരെ അതാ കൊല്ലാനെന്ന വണ്ണം അയാൾ പാഞ്ഞെടുക്കുന്നു. അല്ലാ, എല്ലാം സ്വപ്നമായിരുന്നോ? അവൾ 3 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തൻ്റെ ഇടത് ചുമലിൽ ഊതി. അവളാകെ വേർത്തൊലിക്കുന്നുണ്ടായിരുന്നു. അല്ലാ, എന്തൊക്കെയാണ് സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. ഉമ്മയെ പോയൊന്ന് വിളിച്ചാലോ? വേണ്ട, ഉമ്മ മറ്റേ റൂമിൽ സുഖമായി ഉറങ്ങുകയാകും. പടച്ച റബ്ബേ, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരിയെ ഞാൻ വെറുതെ സംശയിച്ചോ? പടച്ച റബ്ബ് അതെനിക്ക് കാണിച്ചു തന്നതാണോ? എനിക്കറിയുന്നില്ല. എത്രയും പെട്ടെന്ന് നുസൈബയെ കാണണം. അവൾ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് മനസ്സ് വേദനിക്കാഞ്ഞിട്ടല്ല. പക്ഷേ അവൾ ഷമ്മാസിനെ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഈ ഒരു കാര്യത്തിനന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ദീനിയായി ജീവിച്ചിരുന്ന അവൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. പടച്ചോനെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും അറിയുന്നില്ല. ഹുസൈനാജി എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ ആ ഒരു വാക്ക്, അത് ശരിക്കും ഷിഫയുടെ നെഞ്ചിൽ തറച്ചിരുന്നു. എടി, ജിൻ്റെ മോനെ പാട്ടിലാക്കണല്ലേ? നടക്കൂലടി. എൻ്റെ മോനക്കുള്ള പെണ്ണൊക്കെ എന്നവിടെ സെറ്റ് ആയിക്കണേ. പിന്നെ ഹേയ്, ഞാനൊരിക്കലും അങ്ങനൊരു ചിന്ത വെച്ചിട്ട് പോലുമില്ല. എന്തെന്നറിയില്ല, പാവം അവൻ എന്നോട്, അസ്കറിന് എന്തോ എന്നോടൊരു താല്പര്യമുള്ളതുപോലെ. അത് ഏത് രീതിയിലാണ് എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ അവന് വേണ്ടി ഹെൽപ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അസ്കറിനെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സഹോദരനെ പോലെ. അതിനപ്പുറത്തേക്കായിട്ട് അസ്കർ എനിക്കില്ല. പക്ഷേ അസ്കറിൻ്റെ മനസ്സിൽ എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. അതുപോലെ അസ്കറിൻ്റെ ഉമ്മയും എന്നെക്കുറിച്ച് എന്ത് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എന്ത് കരുതി എന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ തിന്മ കണ്ടാൽ എതിർക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. അതിപ്പോൾ ഹുസൈനാജിയല്ല, അതിനേക്കാളും വലിയ കൊമ്പന്മാരായാലും ശരി, പറയാനുള്ളത് മുഖത്ത് നോക്കി ഞാൻ പറയൂ. സ്വപ്നത്തിലായാലും അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ നേരിട്ട് പറയാൻ പോകും, അതുറപ്പാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സ്വപ്നത്തിൽ പഠിച്ചവനായിട്ട് എനിക്കത് കാണിച്ചു തന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നുസൈബ. പാവം, ഒരു പക്ഷേ അവളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണറിയില്ല. യഥാർത്ഥം അറിയാൻ മിസ്സിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആദ്യമായിട്ട്. സമയം നോക്കിയപ്പോൾ അതാ 3 മണിയാണ്. പടച്ച റബ്ബേ,
വല്ലാത്തൊരു പുലർച്ചെയുള്ള സമയത്താണല്ലോ ഞാൻ ഈ സ്വപ്നങ്ങളെല്ലാം കണ്ടത്. ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് എനിക്ക് തോന്നുന്നു. അല്ലാ, ഒന്ന് വേഗം നേരം വെളുത്തിരുന്നെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നോ, അത് വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെ. കാരണം എന്നോട് മിസ്സ് പറഞ്ഞിട്ടില്ല. പിന്നെ 3-4 കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ്, അത് നടക്കാൻ ചാൻസും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് സംശയം തോന്നിയത്. അറിയില്ല. എന്തായാലും നേരം വെളുക്കട്ടെ. നല്ല മഴ പെയ്യുന്ന ആ ഒരു പാതിരാത്രിയിൽ സത്യം പറഞ്ഞാൽ ഷിഫയ്ക്ക് ഉറക്കം വരുന്നേയില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പഠിച്ചോനെ, ഞാൻ എൻ്റെ നുസൈബയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. അറിയാതെ എന്തൊക്കെയോ മനസ്സിലേക്ക് അങ്ങ് കയറി വന്നു. അതെല്ലാം കേട്ടപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അവൾ കളവ് പറയുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പഠിച്ച റബ്ബേ, നീ പുറത്തു തരണേ. എന്താ അറിയില്ല, ഈ ദിവസം നേരം വെളുക്കുന്നേ ഇല്ല. ഒരുപാട് സമയം ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ, ആ മിസ്സൊന്ന് ഉണർന്നിരുന്നെങ്കിൽ. അവൾ വെറുതെ തൻ്റെ ഫോണെടുത്ത് തൻ്റെ വാട്സപ്പ് ഓണാക്കി നോക്കി. ഹേയ്, മിസ്സൊക്കെ രാത്രി 12 മണി വരെ ഉണ്ട് ഓൺലൈനിൽ. പക്ഷേ ഇപ്പോഴില്ല. ഇനി അവരൊരു പക്ഷേ 9 മണി 10 മണിയാവും വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ. എന്താണെന്നറിയില്ല, എനിക്ക് എന്തൊക്കെയോ അറിയണം. എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്തറിയാനുണ്ട്. ഹുസൈനാജി വലിയ കളി കളിക്കുന്നുണ്ട് ഇതിനിടയിൽ. ഇല്ല, ഒരു ക്രിമിനലിനെയും വെറുതെ വിടാൻ പാടില്ല. ഒരു പക്ഷേ നിയമങ്ങൾ വെറുതെ വിട്ടേക്കാം, പോലീസുകാരും കോടതിയും വെറുതെ വിട്ടേക്കാം. കാരണം അയാളുടെ കയ്യിൽ പൂത്ത ക്യാഷല്ലേ. അതുകൊണ്ട് തന്നെ ഹേയ്, അങ്ങനെ വിടാൻ പാടില്ലല്ലോ. നേരിടുക തന്നെ വേണം, നേരിട്ട് തന്നെ. കയ്യാങ്കളി അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാതെ പോലീസിലും പട്ടാളത്തിലൊന്നും ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അതൊക്കെ രാഷ്ട്രീയ ബലത്തിലാണ്. അവരൊക്കെ പണം കൊണ്ട് മറിയുന്നവരാണ്. അതുകൊണ്ട് എന്തും നടക്കും. ഇതിനെല്ലാം നേരിട്ട് തന്നെ, അതുതന്നെയാണ് ലക്ഷ്യം. ഷിഫ അവളുടെ കരാട്ടെ മുറകൾ ഓർത്തു. 1-ാം ക്ലാസ് മുതൽ അതിൽ ജോയിൻ ആയിട്ടുണ്ട്. ഏകദേശം 8-10 വർഷത്തോളം അത് തുടർന്നു. ബ്ലാക്ക് ബെൽറ്റും എല്ലാം വാങ്ങി. പിന്നെന്ത്, ആരെ പേടിക്കണം? ഹേയ്, അയാളെയൊക്കെ നേരിട്ട് തന്നെ കൊടുക്കണം. അല്ലാതെ ഒരാളും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. പേടിച്ചിട്ട് മനുഷ്യന്മാർക്കെല്ലാം ഭയമാണ്. കാരണം അയാൾക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാലേ അവരുടെ കുടുംബത്തിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദോഷമേളുണ്ടാക്കും എന്ന് ഭയന്നിട്ടായിരിക്കും. എന്തിന് ഒരാളെ പേടിച്ചിങ്ങനെ ജീവിക്കേ? സ്വന്തം ഭാര്യ അതാ പേടിച്ച് കഴിയുന്നു. മകന് എന്തപ്പോൾ കഥ? ഒരു മനുഷ്യനെന്നല്ലേ അയാൾ? ഒരു നിമിഷം പോരെ പടച്ച റബ്ബിന് അയാളെ ഇല്ലാതാക്കാൻ? എല്ലാവർക്കും പേടിയാണെങ്കിൽ ഞാൻ പേടിക്കില്ല. ഷിഫ് ഒരിക്കലും പേടിക്കില്ല അയാളെ. അയാൾക്ക് കണക്കിന് ഞാൻ തന്നെ കൊടുക്കും. ഒരുപാട് ആളുകൾ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അത് നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഹേയ്, എന്തപ്പോൾ അയാളുടെ ഒരു നിലയും വിലയും? എന്തിനാ അയാളെ പേടിച്ച് ജീവിക്കണേ? ഒരു പേടിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ധൈര്യമായി ജീവിക്കണം. അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയില്ലെങ്കിലും ഒരു മൂലക്കിലാക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ. പക്ഷെ പെട്ടെന്ന് മരിക്കാൻ പാടില്ല. അത് ഇഞ്ചിഞ്ചായി മരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അനുഭവിക്കണം. ഒരുപാട് ആളുകളെ കണ്ണീര് കുടിപ്പിച്ചല്ലേ. ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു. പാവം നുസൈബയുടെ സ്ഥിതി എന്താണ് ചെയ്തത്? അയാൾ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പഠിച്ച റബ്ബേ, നീ കാക്ക്. ആ ദിവസം ഷിഫ അതാ തഹജ്ജുദ് നിസ്കരിച്ച് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, എല്ലാത്തിനും ബാക്കിലും ആരെങ്കിലും ഒരാളുണ്ടാകും. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നീ തെളിയിച്ചു തരണം. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പിടിച്ചു കെട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണം. പഠിച്ചോനെ, ഒരുപാട് ആളുകളെ കഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടാണ് റബ്ബേ. നീയാണല്ലോ എനിക്ക് സ്വപ്നം കാണിച്ചു തന്നത്. നുസൈബ കിടന്ന് കരയുന്ന ആ ഒരു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ രംഗം. റബ്ബേ, അവളെൻ്റെ കൂട്ടുകാരിയാണ്. അവളെ അത്രക്കും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഷമ്മാസിനെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ ദൗത്യത്തിൽ നിന്ന് ഒഴിവായതാണ്. അവൾ എന്നെ വിളിക്കാഞ്ഞിട്ടല്ല, എത്രയോ വിളിച്ചിട്ടുണ്ട്. പാവം, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തിനാ റബ്ബേ ആ പാവത്തിനെങ്ങനെ പരീക്ഷിക്കണത്? ഒരുപാട് വേദനകൾ സഹിച്ച നുസൈബ ഇനിയെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം എന്ന സ്വപ്നത്തിലാണ് ഞാൻ ഷമ്മാസുമായുള്ള ആ ഒരു ഇഷ്ടം അവളോട് പറഞ്ഞത്. പക്ഷേ അതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഹേയ്, ഓനാരാ? ഹുസൈനാജി. അങ്ങനത്തെ ഒരെണ്ണം മതി നാട് മുഴുവൻ കേടുവരാൻ. ഏതൊരു പെണ്ണിനെ കണ്ടാലും പെൺകുട്ടിയെ കണ്ടാലും അത് അയാളെ ആളാവണം. പിന്നെ അയാൾക്ക് അയാളെ കെട്ടണം. നാണമില്ലാത്ത മനുഷ്യൻ. അത് ഭാര്യ ഉണ്ടായിട്ട് പോലും എവിടെയെങ്കിലും സുന്ദരിയായൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ വെറുതെ വിടില്ലത്രേ. അതാണത്ര അയാളെ ഹോബി. എത്ര കാലം എന്ന് വിചാരിച്ചാൽ അയാൾ അങ്ങനെ ജീവിക്കും? മറ്റുള്ളൊരു പേടിത്തൊണ്ടന്മാരെ പോലെ ജീവിക്കുക. എനിക്ക് നാണം വരുന്നു. അയാൾ എല്ലാ നാട്ടുകാർക്കും കൂടി അടിച്ച് കാലും കൈ ഒടിച്ച് മൂലക്കിലിടാണ് വേണ്ടത്. ആർക്കും ധൈര്യമില്ല. കാരണം എന്താ, അവരുടെ വീട്ടിലും പെൺമക്കളുണ്ടാവും, പുറത്തിറങ്ങി നടക്കേണ്ടി വരും. പക്ഷെ അയാളല്ലല്ലോ, അയാൾക്ക് മറ്റ് ഗുണ്ടകളുണ്ട്. അതാണ്
അയാളെ ജോലിക്കാരായിട്ട് കുറേ ഗുണ്ടകളാണ് വളരുന്നത്. അയാളൊന്ന് പറഞ്ഞാൽ അത് അവരെത്തി. അതുകൊണ്ട് മനുഷ്യർക്ക് ഭയം, മക്കളുള്ള എല്ലാവർക്കും ഭയമാണ്. പുറത്തിറങ്ങാൻ പറ്റൂല പേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ഒരു കുട്ടിയും മുന്നോട്ട് വരുന്നില്ല എന്നത് വളരെയധികം ദയനീയമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവൾ നിസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ, എനിക്കെങ്കിലും ധൈര്യം തരണം അയാൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ. സമയം 6 മണി. അവൾ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മിസ്സ് ഉണർന്നിട്ടുണ്ടാവുമോ എന്താ അറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഒരു അരമണിക്കൂർ കൂടി കഴിയട്ടെ. ഷിഫ അതാ ഫോൺ എടുക്കുന്നു, മിസ്സിന് വിളിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. മിസ്സ് വേണമെങ്കിൽ ഉണർന്നിട്ടുണ്ടാവില്ല, എന്താവോ. അവൾ നിരാശയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പഠിച്ചോനെ, എല്ലാം നീ തെളിയിച്ചു തരണം, പാവാണ്. എന്നാൽ തൻ്റെ ഫോണതാ തിരിച്ച് ബെല്ലടിക്കുന്നു. ഷിഫ ഫോൺ നോക്കി. അല്ലാ, മിസ്സ്. ഹലോ മിസ്സേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ബേബി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. മിസ്സേ, ബുദ്ധിമുട്ടായോ ഞാൻ വിളിച്ചത് ഈ സമയത്ത്? ഹേയ്, നോ പ്രോബ്ലം. എനിക്കെന്തായാലും കോളേജിലൊന്ന് നേരത്തെ പോകണം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാണ്ട്. അത് ഞാൻ കിച്ചണിലായിരുന്നു നീ വിളിച്ച സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ. സോറി മിസ്സേ. എന്തിന് സോറി? നോ പ്രോബ്ലം. പറയൂ, എന്തൊക്കെയുണ്ട്? റിസൾട്ട് നാളെയാണ് കേട്ടോ. എങ്ങനെയുണ്ടാവും ഷിഫ? മിസ്സേ, എൻ്റെതെന്ന് അതൊക്കെ പാസ്സാവൂലേ? പാസ്സായിട്ട് കാര്യമില്ലല്ലോ, റാങ്ക് വേണ്ടേ? റാങ്ക് നിൻ്റെ ഫ്രണ്ടിന് ഉണ്ടാവുമല്ലോ, നുസൈബക്ക്. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, മിസ്സ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും ഷിഫക്ക് സന്തോഷമായി. മിസ്സേ, ഞാൻ വിളിച്ചത് പറയൂ. അത് മിസ്സേ, മിനിഞ്ഞാന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? നോ, ക്ലാസ്സിലായിരുന്നു. അത് കേട്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞത് ക്ലാസ്സല്ല, അത് ഒരു ചെറിയൊരു മീറ്റിംഗ്, അതായത് ന്യൂ അഡ്മിഷൻ എടുക്കാൻ വരുന്നവർക്കുള്ള ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ റാങ്ക് കിട്ടാൻ ചാൻസുള്ള 3-4 പേർക്കുള്ള ഒരു ചെറിയൊരു ക്ലാസ്സും ഒരു മോട്ടിവേഷൻ സ്പീച്ച്, അങ്ങനെ. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ള കുറച്ച് 3 ബോയ്സ് ആൻഡ് 1 ഗേൾസ് ഓൺലി. അത് കേട്ടപ്പോൾ ഷിഫയുടെ കണ്ണുകൾ നിറഞ്ഞു. പടച്ച റബ്ബേ, സത്യത്തിൽ പാവം എൻ്റെ ഷമ്മാസിൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്. അവൾ യാഥാർത്ഥ്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്താ ഷിഫ, പറയൂ. സത്യത്തിൽ അങ്ങനെ 4 പേർക്ക് തന്നെയായിരുന്നു. അഫ്കോഴ്സ് അവരൊരു ഒരു 12-1 മണി ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കൊടുത്ത് തിരിച്ചു വിട്ടു. അതായത് രാവിലെ തുടങ്ങിയിരുന്നല്ലോ ക്ലാസ്. അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും അവരുടെ ഫീൽഡിനെ കുറിച്ചും പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് അതാണ് പറഞ്ഞത്. പിന്നെ ന്യൂ അഡ്മിഷന് വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു പരിചയപ്പെടുത്തൽ. അപ്പോൾ ആ കുട്ടി ആരോടൊക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടിരുന്നു, കുട്ടിയോട് ഇങ്ങനെ ആരൊക്കെ ചോദിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഏകദേശം 1 മണി 1:30 ഒക്കെ ആയപ്പോഴേക്കും പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് സാധ്യത. ഇനി നാളത്തെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരണം കേട്ടോ കോളേജിലേക്ക്. മിസ്സേ, നോക്കട്ടെ. അതെ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് പറ്റി മോളെ, പറയൂ. അതായത് നുസൈബ ഹോസ്പിറ്റലിലാണ്. മൈ ഗോഡ്, ഹോസ്പിറ്റലിലോ? എന്ത് പറ്റി? അവൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ്. അന്ന് അവൾ കോളേജ് വിട്ട് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ടൈം അറിയില്ല. ഞങ്ങൾ അറിഞ്ഞപ്പോഴൊക്കെ വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഏത് ഹോസ്പിറ്റലാണ്? അവൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആണോ? ഉഫ്, എന്തപ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷമായിരുന്നു. നാളെ റാങ്കുകാരിൽ അവളുണ്ടാവും, നമ്മുടെ കോളേജിന് അഭിമാനമാകും എന്നൊക്കെ. വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഞാൻ സാറിനെ ഒന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ. മിസ്സേ, എന്നാൽ ശരി, ഞാൻ വിളിക്കാം. ഈ സമയം ഷമ്മാസിൻ്റെ വീട്ടിൽ. ഷമ്മാസ് ആ രാത്രി ഉറങ്ങിയില്ല. പഠിച്ച റബ്ബേ, എന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ കുടുംബം വരെ എന്നെ വെറുത്തു. എന്തിന്? എൻ്റെ പെറ്റുമ്മ പോലും എന്നോട് മറ്റൊരു രീതിയിലാണ്. ഉമ്മ വന്നില്ല, ഉമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പക്ഷെ എന്നെ പറഞ്ഞയച്ചു. എന്തിന്? അല്ലാ, യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചത് എന്നെനിക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് എൻ്റെ നുസൈബ ആക്സിഡൻ്റ് ആയത് അതെനിക്കറിയണം. എന്നിട്ട് അതിനുള്ള നടപടി എടുക്കണം. ആ ഒരു ദൃശ്യങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം.
പഠിച്ചവനെ ഒന്നിനു വേണ്ടിയല്ല, എൻ്റെ പെണ്ണ് എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, അതെനിക്കറിയാം. കാരണം ഞാനും അവളുള്ള ഇടപെടലുകൾ അത്ര സൂക്ഷിച്ചാണ്. ശരിക്കൊന്ന് എന്താ പറയുക, തൊടുക പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു വട്ടമാണ് ശരിക്ക് കണ്ടത്, കാണാൻ എന്ന രീതിയിൽ, അതും ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ICUവിൽ അവളുടെ ആ ഒരു അനക്കമറ്റ ആ ഒരു ശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതങ്ങ് നൊന്തു. അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാനവളെ ഒന്ന് വാരിയെടുത്ത് ചുംബിക്കട്ടെ എന്ന് കരുതിപ്പോയി. പക്ഷേ പെട്ടെന്നായിരുന്നു ആ സിസ്റ്റർ വിളിച്ചത്. അതൊരു പക്ഷേ അള്ളാഹു അയച്ചതായിരിക്കും. ഹേയ് നോ, പാടില്ല ഷമ്മാസ്, തെറ്റ് ചെയ്യാൻ പാടില്ല. അത് എന്തൊക്കെ തന്നെയാലും എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അവൾ ഇപ്പോഴും നിനക്ക് അന്യ സ്ത്രീ തന്നെയാണ്. അതൊരു പക്ഷേ പടച്ചോൻ്റെ വിധിയായിരിക്കും. അതുതന്നെയായിരിക്കും നല്ലത്. ഞാനെൻ്റെ നിയന്ത്രണം വിട്ട് അവളെ എങ്ങാനും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പഠിച്ച റബ്ബ് എന്നോട് പൊറുക്കില്ല. എന്തായാലും ആ സിസ്റ്റർ വിളിച്ചതുകൊണ്ട് ആ രംഗമങ്ങ് ഇല്ലാതെയായി. പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടതായി വന്നു. എൻ്റെ സ്റ്റാഫുകൾ ഒരു പെൺകുട്ടി അതാ അവിടെ ആക്സിഡൻ്റായി കിടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ ഷെയറിൽ നിന്ന് ഓടിയത് എത്രമാത്രം സ്പീഡിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെ, അവൾ വാരിയെടുത്ത് എൻ്റെ വണ്ടിയിലേക്കങ്ങ് വെക്കുകയായിരുന്നു. പിന്നീട് ഒന്നും നോക്കിയില്ല. അത് പഠിച്ചവനെ തെറ്റായി കണക്കാക്കില്ല. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. മറ്റൊരു ചിന്ത അതിലില്ല, ഒരിക്കലുമില്ല. എങ്ങനെയെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടണം. പഠിച്ച റബ്ബേ, ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ ഹിജാബിയായിരിക്കും അതെന്നുള്ളത്. പക്ഷെ പിന്നെയാണ് ആ യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിഞ്ഞത്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയ നിമിഷം, പഠിച്ചവനെ എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ പരീക്ഷണം എന്ന് ഞാൻ ചിന്തിച്ചു പോയ നിമിഷം അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇല്ല, എല്ലാവരും വെറുക്കപ്പെട്ടാലും എന്തൊക്കെ തന്നെയായാലും ഷമ്മാസിനെ നോ പ്രോബ്ലം. എനിക്കെൻ്റെ പെണ്ണിൻ്റെ ബോധമൊന്ന് തെളിഞ്ഞ് അവളൊന്ന് കൺ തുറന്ന് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. കിടന്ന കിടപ്പിലാണ് അവളുടെ ജീവിതമെങ്കിലും അവളുടെ കൂടെ ഞാനുണ്ടാകും. ഈ ഷമ്മാസ് തന്നെ അവൾ നിക്കാഹ് കഴിക്കും. അതെൻ്റെ ഒരു വാശിയാണ്. ഇപ്പോഴാണ് എനിക്ക് വാശി കൂടിയത്. ഇതുവരെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത്ര വാശിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പഴയ ഷമ്മാസല്ല. എൻ്റെ മനസ്സാകെ മാറി. എൻ്റെ മനസ്സ് അല്പം കസ്വത്തിൽ കൽബായി പോയിപ്പോൾ. കാരണം ഉറച്ച ഹൃദയമായിപ്പോയി. എന്തെന്നറിയില്ല. എത്രയെന്ന് വിചാരിച്ചത് സഹിക്കും. ഇനിയും കഴിയില്ല വിട്ടുകൊടുക്കാൻ. ഇതിന് പിന്നിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പടച്ച റബ്ബ് കൊടുത്തോളും. ഉമ്മയില്ലാത്ത ആ വീട്ടിൽ നിന്ന് ഷമ്മാസ് അന്ന് പള്ളിയിൽ പോയ ഉടനെ നേരെ അതാ ഷോപ്പിലേക്കാണ് പോയത്. ഏകദേശം 7 മണിയപ്പോഴേക്കും ഷോപ്പിലെത്തി. കൃത്യം 8-8:30ക്കാണ് സ്റ്റാഫുകൾ വന്ന് ഷോപ്പ് തുറക്കാറുള്ളത്. ഇന്ന് എൻ്റെ കയ്യിലെ കീ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഷോപ്പ് ഒന്ന് തുറക്കട്ടെ. ഇത് വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതെനിക്ക് അർജൻറ്റാണ്. ഷമ്മാസ് പെട്ടെന്ന് അതാ ഷോപ്പ് തുറക്കുന്നു. ആ ഷോപ്പ് തുറന്നപ്പോൾ ആദ്യമായി കണ്ട കാഴ്ച, അത് കണ്ടപ്പോൾ ഷമ്മാസ് ഞെട്ടിപ്പോയി. പഠിച്ച റബ്ബേ, എൻ്റെ പെണ്ണിൻ്റെ ഐഫോണ്, അതെ ഞാനൊന്ന് കൊടുത്ത ആ ഐഫോണ് ഞാൻ ഗൾഫിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉമ്മാക്ക് കൊടുത്ത, എൻ്റെ ഉമ്മ അവൾക്ക് നൽകിയ അതാണ്. സ്വിച്ച് ഓഫായി കിടക്കുകയാണ്. ഓണാക്കിയിട്ട് പോലുമില്ല. എന്തോ സംഭവിച്ചു. കയ്യിൽ നിന്ന് തെറിച്ചതായിരിക്കാം. ഒരു പക്ഷേ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും അവൾ നടന്നിരുന്നത്. ആ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഷമ്മാസ് കരഞ്ഞു. അവൻ്റെ ആ കണ്ണുനീർ തുള്ളികൾ ഫോണിൻ്റെ സ്ക്രീനിലേക്കൊറ്റി. എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, നിൻ്റെ ആ പരിശുദ്ധമായ മനോഹരമായ കൈകൾ കൊണ്ട് പിടിച്ചതാണല്ലോ ഈ ഒരു ഫോണ്. അതിൻ്റെ പൗച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് മണ്ണ് പുരണ്ടിരുന്നു. സൈഡിലായിക്കൊണ്ട് അല്പം രക്തക്കറിയും. അത് കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ പെണ്ണെ, നിൻ്റെ ബ്ലഡ് അത് സ്ക്രീനിൻ്റെ ഈ ഭാഗത്ത്. പടച്ച റബ്ബേ, ഒരുപാട് കോളുകൾ ഒരു പക്ഷേ അതിലേക്ക് വന്നിട്ടുണ്ടാകാം. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ. അതവൻ ഭദ്രമായി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അവിടെ വെച്ചു. ആദ്യം എൻ്റെ പെണ്ണ് എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയത് അതൊന്നും എനിക്ക് കാണണം. അവൻ ആ ഡേറ്റിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് എൻ്റെ ഹിജാബി കോളേജിലേക്ക് പോയ സമയം രാവിലെ 9:30 അതാ അവൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് അതാ കോളേജിലേക്ക്. അതവൾ തന്നെ. ആ സമയത്ത് കോളേജിൽ ആരുമില്ല. പിന്നീട് 3-4 ആൺപിള്ളേർ പോകുന്നു.
കുറച്ചു കഴിഞ്ഞ് സാറും മിസ്സും അതാ നടന്നു പോകുന്നു. ഒരു നിമിഷം ഷമ്മാസ് അത്ഭുതപ്പെട്ടു. അതെന്താ ഇങ്ങനൊരു ക്ലാസ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ സാധാരണയായി ക്ലാസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പിള്ളേർ നടന്നു പോകേണ്ട ടൈമായി. അതൊന്നുമില്ല. പിന്നീട് അവിടെ ശൂന്യമാണ്. ഇടയ്ക്കിടെ ഓരോ ആളുകൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നല്ലാതെ പിന്നെ വാഹനങ്ങൾ പോകുന്ന ആ ഒരു ദൃശ്യവും മാത്രമാണ് ആ കോളേജിന് മുമ്പിലൂടെ കാണാൻ കഴിയുന്നത്. ഷമ്മാസിൻ്റെ മുമ്പിലെയുള്ള നേരെ ഓപ്പോസിറ്റാണ് കോളേജ്. അതുകൊണ്ട് തന്നെ ശരിക്കും ആ ഗേറ്റ് ദൃശ്യമാണ്. സമയം കൃത്യം 12:10. ആ കോളേജിന് മുമ്പിലെ അതാ ഒരു ബ്ലാക്ക് കാറ് വന്ന് നിൽക്കുന്നു. ഷമ്മാസ് അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഡോറ് തുറക്കുന്നില്ല. അതവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നു. ഒരു നിമിഷം ഷമ്മാസ് അത് ശ്രദ്ധിച്ചു. ആ നമ്പർ, അതെ, അത് കൃത്യമായും വ്യക്തമായും കാണുന്നുണ്ട്. അവനത് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി. എവിടെയോ പരിചയമുള്ള ഒരു നമ്പർ. വലിയൊരു കാറുമാണ്. എന്തപ്പോൾ ഇനിയിപ്പോൾ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ അതോ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്നതോ എന്തൊക്കെ തന്നെയായിട്ടും അതിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് നിന്ന് അധികം തടിയില്ലാത്ത ഒരാളിതാ പുറത്തേക്ക് ഇറങ്ങി കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അയാൾ എന്തോ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് തിരിച്ചു വരുന്നുമുണ്ട്. ഷമ്മാസ് മറ്റേ ക്യാമറകളെല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നു. തൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ ഭാഗത്തുള്ള ആ ക്യാമറ, അതുപോലെ അപ്പുറത്തുള്ളത്, അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു. ആരും നടന്നു വന്നതായിട്ടും ആക്സിഡൻ്റ് ആയിട്ടും ഒന്നും കാണുന്നില്ല. എന്നോട് എൻ്റെ സ്റ്റാഫ് പറഞ്ഞു വന്ന സമയം 1:35. സമയം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. സമയം കൃത്യം അതാ 1:10. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും അങ്ങോട്ട് കയറി പോകുന്നു. അത് മറ്റൊന്നുമല്ല, അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ. അങ്ങനെ 1-2 കുട്ടികളും അങ്ങോട്ട് പോകുന്നത് കണ്ടു. തൻ്റെ ഹിജാബിയുടെ പിന്നാലെ പോയ ആ 2-3 ആൺകുട്ടികൾ തിരിച്ചതാ ഗേറ്റിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നു. പക്ഷേ അവൾ വന്നിട്ടില്ല. സമയം 1:20 അതാ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി ഗേറ്റിൻ്റെ പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് ആ കാറിൽ നിന്ന് അതാ ഒരാൾ ഇറങ്ങി വരുന്നു. നേരത്തെ കണ്ട ആ മെലിഞ്ഞ ആൾ തന്നെ. പിന്നീട് ആ കാറിലേക്കതാ ക്ഷണിക്കുന്നു. ഡോർ തുറക്കുന്നു. ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും തുറന്നിടുന്നുണ്ട്. അവൾ വിസമ്മതിക്കുന്നു അതിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട്. ഷമ്മാസിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. പടച്ച റബ്ബേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കറിയില്ല. അവൾ എന്തോ തിരിച്ചങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അതാ ഫ്രണ്ടിലെ ആ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങുന്നു. ഒരു നിമിഷം ആ ഒരു മുഖം കണ്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി. ശരിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കി. അത് തൻ്റെ കൂടെ ബിസിനസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട, അട്ടപ്പാടിയിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട ആ ഹുസൈനാജിയല്ലേ? അയാളതാ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ അടുക്കലേക്ക് വരുന്നു. എന്തൊക്കെയോ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വണ്ടിയിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറുന്നു. വീണ്ടും വീണ്ടും അയാളതിന് ശ്രമിക്കുന്നു. അവൾ അതാ പേടിച്ച് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. എന്തൊക്കെയോ പറയുന്നു. അവളുടെ നേരെ അതാ പിടിക്കുവാൻ വേണ്ടി ഹുസൈനാജി പിന്നാലെ പോകുന്നു. തൻ്റെ ഹിജാബി ഉള്ള ശക്തിയെടുത്ത് അവളതാ റോട്ടിലൂടെ അതിശക്തമായി ഓടുന്നു. പിന്നാലെ അയാളും. തൻ്റെ ഷോപ്പിൻ്റെ ഭാഗത്തേക്കാണ് അവൾ ഓടി വരുന്നത്. ഷമ്മാസ് പെട്ടെന്ന് അത് ഓഫ് ചെയ്തു. ഇല്ല, ഇനി എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ വെച്ചാണ് അറിയുന്നത്. ഷമ്മാസ് പൊട്ടി പൊട്ടി കരഞ്ഞു. പാവം, എൻ്റെ പെണ്ണിന് ആക്സിഡൻറ്റ് പറ്റിയത് വെറുതെ അല്ല. ഒരാൾ പിന്നാലെ ഓടുകയാണ് പിടിച്ച് കാറിൽ കയറ്റാൻ. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഓടിയെടുത്തത്. ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു. മറ്റേ ഭാഗം കാണാൻ ഷമ്മാസ് തയ്യാറായിരുന്നില്ല. അവനക്കതിന് കഴിയുമായിരുന്നില്ല. കാരണം അത്രക്കും എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, ഹേയ്, അവൾ ആക്സിഡൻ്റ് ആകുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഷമ്മാസ് വിതുമ്പി. അപ്പോഴതാ ഒരു സ്റ്റാഫ് വരുന്നു. ആഹാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ബോസേ, ഇന്നിപ്പോൾ എന്താ നേരത്തെ തന്നെ? ഇന്ന് വരുന്നത് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിലല്ലായിരുന്നോ? ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ പോന്നു. അതെന്താ ഇന്ന് പോകുന്നില്ലേ? ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ആക്സിഡൻറ്റ് സംഭവിച്ചില്ലേ, അതിനെക്കുറിച്ച്. അതെന്താ ബൈക്ക് ഇടിച്ചതല്ലേ? അതിനിപ്പോൾ അവരൊക്കെ എവിടെ എത്തി എന്താവോ, കേസ് കൊടുത്താൽ മതി. പക്ഷേ അതല്ല, ആ കുട്ടി ഓടി വന്നത്
ഒട്ടും ശരിയല്ല. നമ്മൾ റോഡിലേക്ക് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമല്ലേ പോരാൻ പറ്റുള്ളൂ. ഇത് നടുറോട്ടിലൂടെ ഓടുകയാണ് ചെയ്തതേ. എന്തോ ഒന്ന് പാറി തെറിച്ച് വന്ന് എൻ്റെ മുമ്പിൽ വന്നിട്ട് വീണ് കണ്ട്. അപ്പോഴാണ് ഞാൻ ബോസിൻ്റെ അടുത്തേക്ക് ഓടിയത്. എടാ അഫ്സലെ, ഇതൊന്ന് നോക്ക്. കുറച്ചുകൂടി അത് ബാക്കിലേക്ക് എടുത്ത് അതാ അഫ്സലിനെ കാണിച്ചു കൊടുക്കുന്നു ഷമ്മ. അഫ്സൽ അതെല്ലാം കാണുന്നു. കോളേജിന് മുമ്പിൽ കാറ് നിർത്തിയത് മുതൽ പിന്നെ ഹിജാബി വരുന്നതും പിന്നീട് അവർ സംസാരിക്കുന്നതും ഹിജാബിയുടെ പിന്നാലെ അയാൾ ഓടുന്നതും അവൾ ശക്തമായി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിയതും ആ ഒരു വരവിൽ പെട്ടെന്ന് ബൈക്ക് നേരെ പോകുന്ന ബൈക്കിന് മുമ്പിലേക്ക് അവൾ എത്തി. അയാൾ ബ്രേക്ക് പിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതാ അവളെ തട്ടി. അവൾ തെറിച്ച് വീഴുകയായിരുന്നു. പിന്നീട് ആ ബൈക്കിൽക്കാരൻ തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നീട് നിർത്താതെ പോവുകയായിരുന്നു. ബോസേ, ഇത് സംഭവിച്ചത് കണ്ടില്ലേ? ബൈക്ക് തട്ടിയത് തന്നെയാണ്. പക്ഷേ ബൈക്ക് തട്ടാൻ കാരണം എന്താ? അവളുടെ ഇഷ്ടപ്രകാരം ഓടിയതല്ല. ബാക്കിൽ ആരോ പിന്തുടരുന്നുണ്ട്. ആ കുട്ടി ജീവൻ രക്ഷിക്കും, തൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ എന്തൊരു കൊള്ളക്കാരാ തോന്നുന്നല്ലേ? കാരണം ബ്ലാക്ക് കാറ് അതിലേക്ക് പിടിച്ച് അവളെ കൊണ്ടുപോകാൻ നിൽക്കുന്നൊരു സാഹചര്യം. അവൾ മരണപ്പാച്ചിൽ പാഞ്ഞതാണ് എങ്ങനെയെങ്കിലും ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്. അഫ്സലെ, അത് സ്ക്രീൻ റെക്കോർഡ് എടുക്ക് മുഴുവനായിട്ട്. എന്നിട്ട് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യേ, ലാപ്പിലേക്കും ചെയ്യട്ടോ. ഷമ്മാസിൻ്റെ രക്തം തിളക്കുവാൻ തുടങ്ങി. ഹേയ്, ഷമ്മാസിൻ്റെ പെണ്ണിനെ ആരെങ്കിലും തൊടാൻ ധൈര്യം കാണിക്കേ? ഹേയ്, ആരാണിത്? അവനെ ഞാൻ വെറുതെ വിടില്ല. ഷമ്മാസ് ഇതുവരെ പാവമായിരുന്നു, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും. പക്ഷേ ചെയ്യേണ്ട സമയം വരുമ്പോൾ ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഷമ്മാസ് അവൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഇരച്ച് കയറുകയാണ്. അവൻ്റെ രക്തം തിളക്കുകയാണ്. കൈ മുറുകെ പിടിച്ചുകൊണ്ട് അഫ്സലിനോട് ഷമ്മാസ് പറയുന്നു, അഫ്സലേ, ഇത് ഷമ്മാസ് പൊറുക്കൂല. ഷമ്മാസിൻ്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല. ബോസ്, നിങ്ങൾ എന്താ പറയണത്? അത് ആരാന്ന് വിചാരിച്ചിട്ടാ? അതെ, മറ്റാരുമല്ല. അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ വലിയ കഥകളുണ്ടാകും. ഇപ്പം എനിക്ക് ഒന്നും അറിയണ്ട. അഫ്സലെ, ഞാൻ വരാം. ഷമ്മാസത ദേഷ്യത്തോടെ ഇറങ്ങുന്നു ഷോപ്പിൽ നിന്ന്. അല്ല ബോസ്, നിങ്ങൾ എന്താ എടുത്തു ചാടുന്നത്? ആളേതാ എന്ത് സംഭവം ഒന്നും അറിയാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എവിടുക്കാൻ പോകണത്? അതെ, അതൊക്കെ എനിക്ക് പറയാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കരുത്. അതെ, ഷമ്മാസിൻ്റെ പെണ്ണിന് തൊട്ട് കഴിഞ്ഞാലേ പിന്നെ ഞാൻ വെറുതെ നിൽക്കില്ല. ഇതുവരെ ഞാൻ നല്ലവനായിരുന്നു, ആരും ഉപദ്രവിച്ചിട്ടില്ല, എന്തിന് അതിൻ്റെ സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ ഇന്നെനിക്ക് ചിലത് ചോദിക്കാനുണ്ട്, ചില കണക്കുകൾ ചോദിക്കാനുണ്ട് എനിക്ക്. അതാര് തന്നെയായാലും അത് ഞാൻ ചോദിച്ചിരിക്കും. എൻ്റെ പെണ്ണ് നൊന്ത് കിടക്കണവിടെ, വേദനിച്ച് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളുടെ രക്തം എത്ര ഒഴുകി, എത്ര അവൾ വേദനിച്ചു, അതിൻ്റെ ഇരട്ടി അവൻ അനുഭവിക്കണം. അതെൻ്റെ കൈകൊണ്ടായിരിക്കും. ബോസേ, പ്ലീസ് നിങ്ങൾ എടുത്ത് ചാടരുത്. കാരണം ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ പേരത്തിനകത്ത് കേസ് വരിക, കുറ്റങ്ങൾ വരിക. അതെ, നിങ്ങളിപ്പോൾ തൽക്കാലത്തിന് നിൽക്കല്ലേ, പിന്നെ നിങ്ങളെ കേസും കൂട്ടുകയറ്റി നിങ്ങൾ പോകേണ്ടി വരും. അതുമാത്രമല്ല, നിങ്ങളുടെ വിവാഹം എന്ന സ്വപ്നവും പിന്നെ പുതിയ ഷോപ്പും അതൊക്കെ മുടങ്ങിക്കിടന്ന് ആകെ പ്രശ്നവും. തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഒന്ന് ക്ഷമിക്ക്. എന്തിന്? ഇതിന് ക്ഷമയില്ല. ഹേയ്, ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ഇനി കഴിയില്ല. കാരണം അതെ, അവൻ വേദനിപ്പിച്ചത് എൻ്റെ പെണ്ണിനെയാണ്, ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്ന പെണ്ണിനെ. അവളെ എങ്ങാനും ആരെങ്കിലും വേദനിപ്പിച്ചാലേ ഷമ്മാസ് വെറുതെ വിടില്ല. ഷമ്മാസിൻ്റെ കണ്ണിൽ നിന്ന് തീ പാറുന്നത് പോലെ അത് അഫ്സലിനെ അനുഭവപ്പെടുന്നു. ബോസേ, ഇത്രക്ക് ദേഷ്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തപ്പോൾ ഇതിങ്ങനെ? അതേടാ, ഇനിയാണ് ഷമ്മാസ് കളിക്കാൻ പോകുന്നത്. നോക്കിക്കോ. ഷമ്മാസിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി. പടച്ച റബ്ബേ, എന്തിനായിരുന്നു എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയത് അവന്? ഹേയ്, അവനിനി നല്ല രീതിയിൽ നടന്നാലേ ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ ഇങ്ങനെ അപകടത്തിലാകും. ഒരു തെറ്റും ചെയ്യാത്ത പാവൻ്റെ പെണ്ണ് ഒരു പക്ഷേ പേടിച്ചിട്ടായിരിക്കും എൻ്റെ ഷോപ്പിലേക്ക് ഓടിയത്. എൻ്റെ വയസ്സിന് മൂത്തതാണെന്നോ എൻ്റെ വയസ്സിനുള്ളതാണെന്നോ ഞാൻ നോക്കില്ല. കാരണം എൻ്റെ പെണ്ണിനെ തൊട്ടാൽ, എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചാലേ പിന്നെ ഞാൻ വെറുതെ വിടില്ല. ഷമ്മാസത ധൈര്യത്തോടെ ഉഷിരോടെ നേരെ തൻ്റെ ബുള്ളറ്റ് എടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.